ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫുഡ് അടിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഡേ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇന്ന് നീർദോശയും ഉള്ളിക്കറിയും എന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഇനിയിപ്പോൾ ദേ ഞാനും ഉമ്മായും കൂടിയിട്ട് വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ദേ ഒത്തിരി വാഴയില നിൽപ്പുണ്ട്. പക്ഷേ എന്താ മഴയും കാറ്റും ഒക്കെ കാരണം മിക്കതും കീറിപ്പോയിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് കീറാത്തൊന്ന് നോക്കി നടക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാ വാഴയില തപ്പി നടക്കുന്നതെന്നും. ഒരു കാര്യമുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി ഒരു പൂതി. അങ്ങനെയാണ് കേട്ടോ വാഴയില തപ്പി ഇറങ്ങിയത്. അവസാനം ഒന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് മുറിച്ച് കഴുകി റെഡിയാക്കി എഴുത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിപ്പോൾ പൊതിച്ചോറ് കെട്ടാന്ന് വിചാരിച്ചൊന്നും അല്ല കേട്ടോ ഇരുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുകൊണ്ട് വിചാരിച്ച് പൊതിച്ചോറാക്കാമെന്ന്. അങ്ങനെയാണ് ഇതിലോട്ട് കിടക്കുന്നത്. ഇതിപ്പം വാഴയിലേക്ക് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊതിച്ചോറിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് എന്താണ് ഓംപ്ലേറ്റ്. അപ്പോൾ അത് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ സവാളയും ഉപ്പും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നോക്കിയാലോ. ഇതേ പ്രോൺസ് ഫ്രൈ ഉണ്ട്, പ്രോൺസ് റോസ്റ്റ് ഉണ്ട്, ഇത് കൂമ്പ് തോരനാണ് കേട്ടോ. അങ്ങനെ അതുണ്ട്. പിന്നെ പരിപ്പ് കറി ഉണ്ട്, ചക്കയും ഉണ്ട്, നമ്മളൊന്നും ഒഴിവാക്കുന്നില്ല. പിന്നെ ചോറുണ്ട്, പിന്നെ ഓംപ്ലേറ്റ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ കേട്ടോ. ആദ്യം നല്ല വാട്ടിയ വാഴയിലയിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറികളെല്ലാം ചോറിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് അച്ചാറും ഓംപ്ലേറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയായി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാം കേട്ടോ. അങ്ങനത്തെ കറികളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറോടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മണിക്കൂറെങ്കിലും മാക്സിമം വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കറികളെല്ലാം അതിൽ നല്ലപോലെ പിടിച്ച് അതൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കട്ട വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ പൊതി തുറക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പൊതിച്ചോറായത് കൊണ്ടൊന്ന് വിശപ്പ് നേരത്തെ വരുമല്ലോ. അപ്പോൾ പൊതി തുറക്കാണ്. ഇത് തുറക്കുമ്പോൾ വരുന്ന ഒരു മണം, അതിനൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കുമ്പോഴും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊരു പിടിപിടിക്കുകയാണ്.
ഇനിയിപ്പോൾ ഇതേ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് പപ്സ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ എഗ് പപ്സ്. ഞങ്ങൾ എവിടെ പുറത്തു പോയാലും തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കുന്ന ഓരോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതി കേട്ടോ. അങ്ങനത്തെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള വെജീസും കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു ക്യാപ്സിക്കം, 2 പച്ചമുളക്, ഒരു സ്പ്രിംഗ് ഓണിയൻ, ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേറെ വെജീസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ചപ്പാത്തി കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് ഇതുപോലെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ അതും കൂടി ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജീസ് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് കുക്കാക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇതിലേക്ക് സാൾട്ടും സോയാ സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയോണൈസും കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്സ് എല്ലാം കൂടി വെക്കുകയാണ് കേട്ടോ. ചിക്കനും ഒക്കെ വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കുക്കുംബർ കൂടി ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പം കുറച്ച് വെളുത്ത എള്ളു കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പറും കൂടി യൂസ് ചെയ്ത് റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഫില്ലിങ്സ് ഒന്നും താഴെ വീഴില്ല. അപ്പം അതെല്ലാം റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഷവർമ്മയ്ക്ക് കഴിക്കുന്ന അത്രയും ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒരു അടുത്തൊരു ടേസ്റ്റ് വരുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കിടിലമാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു വാട്ടേജിനിയുടെ തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.